കാർന്നോര് ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലേ? കാർന്നോരെന്ന് ഉദ്ദേശിച്ചത് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനേയിയാണ്. ഖമനേയി ബംഗറിൽ ഒളിച്ചോ, അതോ ഇസ്രായേലിനെ മിസൈൽ നെഞ്ചത്ത് പതിച്ച് തീർന്നോ, അതോ ഇസ്രായേലിന് വേണ്ടി ഇറാനിലെത്തിയ ചാരവനിത ഖമനേയിയെ തീർത്തോ? അങ്ങനെ ചോദ്യങ്ങൾ നമുക്ക് മുന്നിൽ ഒരുപാടുണ്ട്. കാരണം ഖമനേയിയെ കുറച്ച് ദിവസങ്ങളായി കാണാനില്ല. ഇറാൻ ഇസ്രായേൽ യുദ്ധം താൽക്കാലികമായി അവസാനിച്ചു. 12 ദിവസം നീണ്ടുനിന്ന യുദ്ധം അമേരിക്കയുമായി ഇറാനുമായി ഒക്കെ 12 ദിവസം നീണ്ടുനിന്ന യുദ്ധം ഒരു വിധത്തിൽ ഒന്ന് ഒതുങ്ങി എന്ന് തന്നെ പറയാം. അപ്പോഴും ട്രംപ് കുറെ അവകാശവാദങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഇവരുടെ എന്താ പറയുക, ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്ന് പറയുന്നു. ഇറാൻ പറയുന്നു ഞങ്ങളുടെ ആണവ കേന്ദ്രത്തിന്റെ അടുത്ത് പോലും അമേരിക്കയുടെ ഒരു മിസൈലുകളും ഒരു യുദ്ധവിമാനങ്ങളും വന്നിട്ടില്ല എന്ന് പറയുന്നു. അപ്പോഴും ഇസ്രായേൽ മൗനം പാലിക്കുകയാണ്. അപ്പോൾ ഇസ്രായേലിൽ ഇപ്പോൾ ഇറാന്റെ ചാരന്മാർ ഇസ്രായേലിനുള്ളിൽ കയറി എന്ന് പറയുന്നു. ഇതൊക്കെ വാർത്തകൾ വരുമ്പോഴും ജയിച്ചു നിൽക്കുന്നത്, ഇപ്പൊ യുദ്ധത്തിൽ ജയവും തോൽവിയും ഇല്ല എങ്കിൽ പോലും ജയം ഒരു പരിധിവരെ ഇസ്രായേലിന് തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് വലിയ രീതിയിലല്ല എന്നുള്ളതാണ്. ഇസ്രായേലിന്റെ നാശനഷ്ടങ്ങൾ പരിഹരിച്ചെടുക്കാൻ കഴിയുന്നത് അവർക്ക് സാധിക്കും എന്നതാണ്. പക്ഷെ ഇറാന്റെ നാശനഷ്ടങ്ങൾ അങ്ങനെയല്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ നാശനഷ്ടങ്ങൾ, ആൾനാശം അടക്കമാണ് ഇറാന് സംഭവിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇറാൻ ഇത് സംഭവിച്ചത്? ഇറാന് വേണ്ടി വാദിക്കുന്ന, പലസ്തീന് വേണ്ടി വാദിക്കുന്ന, ഗാസയ്ക്ക് വേണ്ടി വാദിക്കുന്ന, ഹമാസിന്റെ ദൈവതുല്യരായി കാണുന്ന ഒരുപാട് പേർ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഇസ്രായേലിനെ തെറിവിളിക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ആരാണ് ഈ യുദ്ധം തുടങ്ങി വെച്ചത്? നമ്മൾ എപ്പോഴും പറയുന്നത് തന്നെയാണ്. 2023 ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേലിൽ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ഹമാസിന്റെ കുറെ ക്രൂരന്മാർ കയറി ചെന്ന് 1200-ലധികം പേരെയാണ് വകവരുത്തിയത് എന്നുള്ളത്. അതിൽ തീർച്ചയായിട്ടും ഇസ്രായേൽ ജൂതന്മാരെ തൊട്ടാൽ നെതന്യാഹു വെറുതെ ഇരിക്കില്ല, തിരിച്ചു പ്രതികരണം ഉണ്ടാകും. ആ പ്രതികരണം ഹമാസ് വിചാരിക്കുന്നതിലും അപ്പുറമായിരുന്നു. അവരുടെ ഓരോരോ നേതാക്കളെയായി വധിച്ചു തീർത്തു. ഇപ്പോൾ ഇറാനിലെ ആണവ ശാസ്ത്രജ്ഞന്മാരെയും പല സൈനിക ഉദ്യോഗസ്ഥരെയും സൈനിക മേധാവികളെയും ഒക്കെ ഇസ്രായേൽ തീർത്തത് അവരുടെ ആളുകളെ, ജൂതന്മാരെ തൊട്ടതിൻ്റെ അല്ലെങ്കിൽ ജൂതന്മാരെ ജീവിക്കാൻ അനുവദിക്കാത്തതിൻ്റെ ഒരു ഒരു പകയിൽ തന്നെയാണ്. മാത്രമല്ല ഇറാൻ പിടിച്ചുകൊണ്ടുപോയ ബന്ദികൾ അവർ തിരിച്ചു വന്നപ്പോൾ പറഞ്ഞത്, ഈ ഇറാൻ സ്നേഹികൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അവർ പറഞ്ഞത് പിഞ്ചു കുഞ്ഞുങ്ങളെ കഷ്ണം കഷ്ണമായി മുറിച്ചിട്ട് അത് പാകം ചെയ്താണ് അവിടുത്തെ ബന്ദികൾക്ക് കൊടുക്കുന്നത് എന്ന്. അത് കഴിച്ചതിന് ശേഷം പലർക്കും തലക്കറക്കവും ഛർദിലും ഒക്കെ ഉണ്ടായപ്പോഴാണ് ഈ ക്രൂരന്മാർ വന്ന് പറയുന്നത് പിഞ്ചു കുഞ്ഞുങ്ങളുടെ ശരീരമാണ് നിങ്ങൾക്ക് കഴിക്കാൻ തന്നതെന്ന്. അപ്പോൾ അത്രമാത്രം ക്രൂരതയാണ് ഇറാൻ ഇസ്രായേലിനോട് കാണിച്ചത്. ഇതിനൊക്കെ കാരണം ജൂതർക്ക് ഒരിക്കലും ഒരിടത്തും അഭയം കൊടുത്തിട്ടില്ല. ആകെ കൂടെ ജൂതരെ ചേർത്ത് പിടിച്ചത് ഇന്ത്യയാണ്. ആ സ്നേഹം ഇന്നും ഇന്ത്യയോട് അവർ കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവരുടെ പാഠപുസ്തകങ്ങൾ ഇന്ത്യയെക്കുറിച്ച് അവർ വലിയ ബഹുമാനത്തോടെ പറയുന്നത്. നമുക്കറിയാം, രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാളാണ്. ഇന്ത്യയിൽ ജീവിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ലോകം മുഴുവൻ സഞ്ചരിച്ച മോദിക്കെതിരെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് ഇന്ത്യയെ വലിച്ചു കീറി ഒട്ടിക്കുന്ന ഒരു സമീപനമാണ്. അതായത് രാജ്യവിരുദ്ധമായ പല പരാമർശങ്ങളും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ പാഠപുസ്തകങ്ങളിൽ വരെ ഇന്ത്യയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അവരുടെ ആളുകൾ ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ അവർക്ക് വലിയ രീതിയിലുള്ള ബഹുമാനവും ആദരവും നമ്മളോടുണ്ട് എന്ന് പറയുമ്പോൾ ഇന്ത്യ എത്രമാത്രം സ്നേഹിക്കുന്നവരാണ് ഇസ്രായേലികൾ. അപ്പോൾ തിരിച്ച് നമുക്ക് ഇറാനും വേണം, ഇസ്രായേലും വേണം, ഒരു ജനങ്ങൾക്കും ഒരു ആപത്തും ഉണ്ടാകരുത്, അത് തന്നെയാണ് നമ്മൾ ശ്രമിക്കുന്നത്. പക്ഷേ ഭീകരവാദത്തെ ഇന്ത്യ വളർത്തില്ല. ഭീകരവാദികളെ തകർക്കാൻ നിൽക്കുന്ന ഇസ്രായേലിനോടൊപ്പം ഇന്ത്യ തീർച്ചയായിട്ടും നിൽക്കും എന്നുള്ള കാര്യത്തിൽ സംശയവും വേണ്ട. ഇവിടെ കൃത്യമായ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഇറാൻ ആക്രമണം ഇസ്രായേൽ അവസാനിപ്പിച്ചിട്ടില്ല. തൽക്കാലം കുറച്ചു കാലത്തേക്കെങ്കിലും ഇറാന് ആണവായുധം ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ് അവർ കരുതുന്നത്. പക്ഷേ 60% യുറേനിയം ഇറാൻ സമ്പുഷ്ടീകരിച്ചതിനാൽ അവർക്ക് അണുബോംബ് ഉണ്ടാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇറാനുമേൽ കർശനമായ നിരീക്ഷണം മൊസാദ് തുടരുന്നുമുണ്ട്. ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചപ്പോൾ തന്നെ അവർ തിരിച്ചടിയും പ്രതീക്ഷിച്ചിരുന്നു. തുടർച്ചയായി 1000 മിസൈലുകൾ വന്നാൽ 2 എണ്ണം വലയം ഭേദിച്ച് രാജ്യത്ത് പതിക്കും എന്ന് തന്നെയാണ് അവരുടെ കണക്കുകൂട്ടൽ. എന്നാൽ തങ്ങളുടെ കണക്കുകൂട്ടലിനേക്കാൾ കുറഞ്ഞ മരണനിരക്കാണ് ഇസ്രായേൽ ഉണ്ടായത്
ഉണ്ടായതെന്നാണ് IDFന്റെ വിലയിരുത്തൽ. ഇത് ജെറുസലേം പോസ്റ്റ് തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. മൊസാദിന്റെ ഇറാന്റെ നെറ്റ്വർക്കിലും ഇസ്രായേലിന് വലിയ പ്രതീക്ഷയുണ്ട്. ഇറാനിൽ 1000-ഓളം മൊസാദിന്റെ ഡബിൾ എഞ്ചിൻമാർ ഉള്ളതായാണ് കണക്കാക്കുന്നത്. ചാരശൃംഖല എത്രമാത്രം നുഴഞ്ഞു കയറി എന്നതിന്റെ തെളിവായിരുന്നു ഭൂഗർഭ അറയുണ്ടാക്കി സംരക്ഷിച്ച ആണവ നിലയങ്ങൾ പോലും ആക്രമിക്കപ്പെട്ടത്. കോടികൾ പ്രതിഫലം നൽകി ഇറാനിൽ മുഴുവൻ മൊസാദ് തങ്ങളുടെ ശക്തമായ ശൃംഖല സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആണവായുധം നിർമ്മിക്കുന്നതിന് അടുത്തെത്തിയാൽ ഇസ്രായേലിന്റെ അതിന് വിവരം കിട്ടും. ആ വിവരം കിട്ടിയാൽ ഇസ്രായേൽ അത് തകർക്കാൻ അല്ലെങ്കിൽ അത് തടുക്കാൻ എന്ത് നിലപാടും സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഒരിക്കലും ആണവായുധം ഇപ്പോൾ 90% സമ്പുഷ്ടീകരിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ഈ 90% സമ്പുഷ്ടീകരിച്ച ആണവായുധം ഇറാന് ഇനി അങ്ങോട്ട് നിർമ്മിക്കാൻ കഴിയില്ല. കാരണം ഇസ്രായേലിന്റെ ചാരന്മാർ മുഴുവൻ ഇറാനെ ചുറ്റി വരിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഖമനേയെ കാണാനില്ല എന്നുള്ള വലിയ ചോദ്യം ഇവിടെ ചോദിക്കുമ്പോൾ ഖമനേയി തീർന്നോ? നേരത്തെയുള്ള വീഡിയോകൾ പ്രചരിക്കുന്നു. അപ്പോൾ കാർന്നോർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, അതോ കാർന്നോരെ തീർത്തോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ വലിയ ആകാംക്ഷയോടെ ചർച്ച ചെയ്യുന്നത്. കാരണം ഒരു പരമോന്നത നേതാവാണ്. ആ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന്റെ ജനങ്ങളെ അടിമകളാക്കി സ്വാതന്ത്ര്യം കൊടുക്കാതെ മതത്തിന്റെ പേരിൽ അവരെ ദ്രോഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നേതാവാണ്, ഒരു പരമോന്നത നേതാവ് എന്ന് പറയുന്ന ആയത്തുള്ള അൽ ഖമനി. അയാൾ വേണ്ട എന്നുള്ളത് ആ ജനങ്ങൾ ഇറാനിലെ മുഴുവൻ ജനങ്ങൾ പറയുകയാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഭരണാധികാരി വേണ്ട എന്നുള്ളത്. പക്ഷേ ഇയാൾ മാറുമ്പോൾ ഇയാളുടെ മകൻ, അപ്പോൾ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ ഇറാനിലെ ജനങ്ങൾക്ക് അധികാരമില്ല, അവകാശമില്ല എന്നാണ് അവർ ഓരോ സമയം ചോദിക്കുന്നത്. 2021 മുതൽ തന്നെ ഇറാനിൽ ശക്തമായ മൊസാദ് നെറ്റ്വർക്ക് ഉണ്ട്. മൊസാദിനെ ചെറുക്കാനുള്ള യൂണിറ്റിന്റെ തലവനും ആ ടീമിലെ 20ഓളം പേരും ഇസ്രായേലി ചാരന്മാരായിരുന്നുവെന്ന് 2021 അന്നത്തെ ഇറാൻ പ്രസിഡന്റ് മഹബൂദ് അഹമി നൊജാദ് വെളിപ്പെടുത്തിയിരുന്നു. ഈ സംഘം ചോർത്തി നൽകിയ വിവരങ്ങൾ ഉപയോഗിച്ചാണ് ഇസ്രായേൽ 2018 ടെഹ്റാനിലെ ആണവ ആർക്കൈവ് മോഷ്ടിച്ചെടുത്തത് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇറാനിൽ ഇന്റലിജൻസ് മന്ത്രിയായിരുന്ന അലി യൂനസി 2021 പറഞ്ഞത് ഇങ്ങനെയാണ്: നിർഭാഗ്യവശാൽ ഇറാന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിലെ മൊസാദിന്റെ സ്വാധീനം വളരെയേറെ വർദ്ധിച്ചിരിക്കുന്നു. ജീവഭയത്തോടെ വേണം ഓരോ മുതിർന്ന ഇറാൻ ഉദ്യോഗസ്ഥരും ജീവിക്കാൻ. ഇപ്പോഴും സമാനമായ അവസ്ഥയാണ് ഇറാനിൽ ഉള്ളത്. നേരിട്ടുള്ള ഒരു യുദ്ധം ഇല്ലാതെ തന്നെ തങ്ങളുടെ കാര്യങ്ങൾ ഇറാനിൽ നടത്തിയെടുക്കാൻ മൊസാദിന് കഴിയും. മുൻപ് ഹമാസ് മേധാവി ഇസ്മയിൽ ഹനിയെ ടെഹ്റാനിൽ വധിച്ചപ്പോഴും മൊസാദിന്റെ കൃത്യതയോടുള്ള ആക്രമണ ശൈലി വ്യക്തമായിരുന്നു. ഇറാനെ തുരത്താൻ ഇസ്രായേലിന് നേരിട്ട ഒരു ആക്രമണത്തിന്റെ ആവശ്യം തന്നെയില്ല. ഇസ്രായേലിന്റെ ആത്യന്തികമായ ലക്ഷ്യം ഇറാനിലെ ഭരണമാറ്റം തന്നെയാണ്. ഭരണകൂടം പുറമെ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ഇസ്രായേൽ ആക്രമണം ഇറാൻ ജനതയെ കടുത്ത അരക്ഷിതാവസ്ഥയിലേക്കാണ് കൊണ്ടുവിടുന്നത്. എന്നും ധൈര്യവും ആത്മവിശ്വാസമൊക്കെ ഏകിയ പരമോന്നത നേതാവ് ആയത്തുള്ള അൽ ഖമനയെ രഹസ്യ ബങ്കറിൽ ഒളിച്ചതോടെ ജനം അനിശ്ചിതാവസ്ഥയിലായി. അതിനിടെയാണ് ഭരണമാറ്റം എന്ന ആവശ്യം ജ്വലിപ്പിച്ച് പഴയൊരു പരിചിത ശബ്ദം ഉയർന്നു കേൾക്കുന്നത്. ഇറാൻ ജനതയ്ക്ക് പൗരാവകാശങ്ങളും ജനാധിപത്യങ്ങളും ഉൾക്കൊള്ളുവാനുള്ള വാഗ്ദാനം നൽകിയിരിക്കി രംഗത്തെത്തുകയാണ് റൊസ പഹ്ലാവി. ഇസ്ലാമിക വിപ്ലവത്തിന് മുൻപ് ഇറാൻ ഭരിച്ചിരുന്ന ഷാ വംശത്തിലെ പിൻതലമുറക്കാരനാണ് റസ. ജനാധിപത്യ മൂല്യങ്ങൾ നിലനിർത്തിയ രാജഭരണത്തിന്റെ കാലഘട്ടത്തിന്റെ പ്രതിനിധി കൂടിയാണ് ഇദ്ദേഹം. ഇറാനിലെ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ഇസ്ലാമിക് റിപ്പബ്ലിക് അവസാനത്തിലേക്ക് അടുക്കുന്നു, അടുത്തത് തകർച്ചയാണ്. എന്നാൽ ഭാവി നമുക്ക് ഒരുമിച്ച് ഉജ്ജ്വലമാക്കാം, ചരിത്രത്തിന്റെ പുതിയ അധ്യായം കുറിക്കാം. ഇതായിരുന്നു റസ്ലയുടെ പരാമർശം. എന്തായാലും ഖമനേയി തീർന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പല ഭാഗത്തു നിന്നും സ്ഥിരീകരിക്കാതെ വരുന്ന വാർത്തകൾ. അങ്ങനെയാണ് എങ്കിൽ ഇറാനിൽ പുതിയ ഉദയം സംഭവിക്കാൻ പോകുന്നു.